നമസ്കാരം. ഇന്ത്യയുടെ പുരാതന ചരിത്രത്തിലെ വളരെ സവിശേഷമായ ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് പീരിയഡ്. ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള ഒരു പാലം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇത് ഒരൊറ്റ സംസ്കാരമായിരുന്നില്ല, മറിച്ച് പ്രബലമായ ഹരപ്പാൻ നാഗരികതയുടെ കാലത്തും അതിനുശേഷവും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി നിലനിന്നിരുന്ന ഒരുപാട് പ്രാദേശിക സംസ്കാരങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു. നമുക്കാ ലോകത്തേക്ക് വിശദമായിട്ടൊന്ന് കടന്നുചെല്ലാം. ഈ ചർച്ചയില് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ആദ്യം എന്താണ് ചാൽക്കൊലിത്തിക് യുഗം എന്ന് നമ്മൾ നിർവചിക്കും. അതിനുശേഷം രാജസ്ഥാൻ, മധ്യപശ്ചിമേന്ത്യ, കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിലെ പ്രധാന സംസ്കാരങ്ങളെ നമ്മൾ ഓരോന്നായി പരിശോധിക്കും. പിന്നീട് ഈ സമൂഹങ്ങളുടെ പൊതുവായ സാമൂഹിക ഘടന, അവരുടെ വിശ്വാസങ്ങൾ, അവർ നേരിട്ട പരിമിതികൾ എന്നിവയെന്തൊക്കെയായിരുന്നുവെന്ന് വിലയിരുത്തും. അവസാനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഗ്രാമീണ ജീവിതത്തിന് അടിത്തറ പാകിയ ഈ സംസ്കാരങ്ങളുടെ പൈതൃകത്തെക്കുറിച്ച് സംഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഉപസംഹരിക്കും. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ആമുഖം. ചെമ്പ് ശിലായുഗം. ശരിക്കും പറഞ്ഞാല് ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തെയാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ ഈ ചാൽക്കോലിത്തിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇത് രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് വരുന്നത്. ഖൽക്കോസ് എന്നാൽ ചെമ്പ്, ലിത്തോസ് എന്നാൽ കല്ല്. അതായത് ചെമ്പും കല്ലും ഒരുമിച്ച് ഉപയോഗിച്ചിരുന്നൊരു കാലഘട്ടം. മനുഷ്യൻ ആദ്യമായി ലോഹം ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ചെമ്പാണ്. പക്ഷെ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ അവർ പൂർണ്ണമായി ഉപേക്ഷിച്ചിരുന്നില്ല. അപ്പോ കല്ലുപകരണങ്ങളോടൊപ്പം ചെമ്പുകൊണ്ടുള്ള ഉപകരണങ്ങളും ഒരേ സമയം ഉപയോഗിച്ചിരുന്നൊരു ഘട്ടമാണിത്. നമ്മൾ പ്രധാനമായും ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഒറ്റ സംസ്കാരമല്ല, മറിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി വികസിച്ചുവന്ന ഒരുപാട് പ്രാദേശിക സംസ്കാരങ്ങളുടെ ഒരു ശൃംഖലയായിരുന്നു എന്നതാണ്. ഇനി ചരിത്രത്തിന്റെ ഒരു ടൈം ലൈനില് ഈ കാലഘട്ടം എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ഇത് പ്രധാനമായും നഗര കേന്ദ്രീകൃതമായ ഹരപ്പൻ ബ്രോൺസ് ഏജ് സംസ്കാരത്തിന് സമകാലികമായും ചിലയിടങ്ങളിൽ അതിനുശേഷവും നിലനിന്നിരുന്നു. പക്ഷേ ഇവിടെ വലിയൊരു വ്യത്യാസമുണ്ട്. ഹരപ്പൻ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആസൂത്രിത നഗരങ്ങളും വലിയ കെട്ടിടങ്ങളുമാണ്. എന്നാൽ ചാൽക്കോലിത്തിക് സംസ്കാരങ്ങൾ അടിസ്ഥാനപരമായി ഗ്രാമീണവും കാർഷികവുമായിരുന്നു. ഈ ഒരു വൈരുദ്ധ്യം ഇവയെ വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. രണ്ടാം ഭാഗം, രാജസ്ഥാനിലെ സംസ്കാരങ്ങൾ. നമുക്ക് നമ്മുടെ ഈ പ്രാദേശികമായ യാത്ര രാജസ്ഥാനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ വികസിച്ചുവന്ന അഹാർ ബനാസ്, ഗണേശ്വർ ജോഡ്പുര തുടങ്ങിയ പ്രധാനപ്പെട്ട സാംസ്കാരിക ഗ്രൂപ്പുകളെയും അവരുടെ പ്രത്യേകതകളെയും കുറിച്ച് നമുക്ക് പഠിക്കാം. രാജസ്ഥാനിലേക്ക് വരുമ്പോൾ പുരാവസ്തു ഗവേഷകർ പ്രധാനമായും രണ്ട് സാംസ്കാരിക മേഖലകളാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഒന്ന്, അഹാർ ബനാസ് സംസ്കാരം. ചെമ്പൊരുക്കുന്നതിലും കല്ലുകൊണ്ട് വീടുകൾ നിർമ്മിക്കുന്നതിലും ഇവർക്ക് വലിയ വൈദഗ്ധ്യമുണ്ടായിരുന്നു. രണ്ടാമത്തേത് ഗണേശ്വർ സംസ്കാരമാണ്. ഇവരുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഹരാപ്പൻ നഗരങ്ങൾക്കാവശ്യമായ ചെമ്പുപകരണങ്ങളും അസംസ്കൃത വസ്തുക്കളും വിതരണം ചെയ്തിരുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. ആഹാർ സംസ്കാരത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി നോക്കാം. ഇവിടുത്തെ ജനങ്ങൾ കല്ലുകൊണ്ട് നിർമ്മിച്ച വീടുകളിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ നിന്ന് കിട്ടിയ പുരാവസ്തു തെളിവുകൾ വ്യക്തമാക്കുന്നത് ഇവർ ചെമ്പൊരുക്കുന്നതിൽ അതീവ വൈദഗ്ധ്യമുള്ളവരായിരുന്നു എന്നാണ്. സത്യത്തിൽ ചെമ്പിന്റെ ഈയൊരു സമൃദ്ധി കാരണം ആഹർ എന്ന സ്ഥലം പുരാതന കാലത്ത് തമ്പവതി എന്നറിയപ്പെട്ടിരുന്നു, അതായത് ചെമ്പുള്ള സ്ഥലം. അവരുടെ ഒരു സാംസ്കാരിക മുദ്രയായിരുന്നു വെളുത്ത ഡിസൈനുകളുള്ള കറുപ്പും ചുവപ്പും കലർന്ന മൺപാത്രങ്ങൾ. ഇതിനെ നമ്മൾ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്ന് പറയുന്നു. ഇനി ഗണേശ്വർ സംസ്കാരത്തിന്റെ പ്രാധാന്യം നോക്കാം. ഇന്നത്തെ ഖേത്രി ചെമ്പ് ഖനികൾക്ക് സമീപം ജീവിച്ചിരുന്ന ഇവർ ഹരപ്പൻ നഗരങ്ങളിലേക്ക് ചെമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ കയറ്റുമതി ചെയ്തിരുന്ന പ്രധാന വിതരണക്കാരായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, കാരണം ഇത് താമ്രശിലായുഗത്തിലെ ഗ്രാമീണ സംസ്കാരങ്ങളും ഹരപ്പ പോലുള്ള വലിയ നഗരങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന സാമ്പത്തിക ബന്ധത്തിന്റെ വ്യക്തമായൊരു ഉദാഹരണമാണ്. ഇവരുടെ മൺപാത്രങ്ങൾ ഓക്കർ കളേർഡ് പോട്ടറി അഥവാ OCP എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൂന്നാം ഭാഗം, മാൽവ, ജൊർവേ സംസ്കാരങ്ങൾ. രാജസ്ഥാനിൽ നിന്ന് നമ്മൾ പതുക്കെ കിഴക്കോട്ട് മധ്യ പശ്ചിമേന്ത്യയുടെ ഹൃദയഭൂമിയിലേക്ക് നീങ്ങുകയാണ്. ഇവിടെയാണ് താമ്രശിലായുഗത്തിലെ ഏറ്റവും വികസിതവും വ്യാപകവുമായ സംസ്കാരങ്ങളിൽപ്പെട്ട മാൾവ, ജൊർവേ എന്നിവ നിലനിന്നിരുന്നത്. പടിഞ്ഞാറൻ മധ്യപ്രദേശിൽ വികാസം പ്രാപിച്ച മാൽവ സംസ്കാരം അവരുടെ മൺപാത്ര നിർമ്മാണത്തിലെ മികവിന് വളരെ പ്രശസ്തമാണ്. മാൽവ വെയർ എന്നറിയപ്പെടുന്ന ഇവരുടെ മൺപാത്രങ്ങൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ചവയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നവ്ദത്തോഴി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഗോതമ്പ്, അരി,
പലതരം പയറുവർഗ്ഗങ്ങൾ എന്നിവയുടെ വലിയ ശേഖരം തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് അവരുടെ കാർഷിക വ്യവസ്ഥ വളരെ സമ്പന്നമായിരുന്നു എന്നാണ്. അതുപോലെ നൂൽക്കാൻ ഉപയോഗിക്കുന്ന തളികൾ, അതായത് സ്പിൻഡിൽ വോൾസ്, കണ്ടെത്തിയത് ഇവർക്ക് നെയ്ത്തുവിദ്യയും അറിയാമായിരുന്നു എന്നതിന്റെ തെളിവാണ്. ഇനി പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ നിലനിന്നിരുന്ന ജോർവേ സംസ്കാരം. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ ജനവാസ കേന്ദ്രങ്ങളായിരുന്നു. ഗോദാവരി നദീക്കരയിലുള്ള ദൈമാബാദ് താമ്രശിലായുഗത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ വാസസ്ഥലമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമായ ഇനംഗാമിൽ കിടങ്ങുകളും പ്രതിരോധ മതിലുകളും കൊണ്ട് സംരക്ഷിക്കപ്പെട്ട വാസസ്ഥലങ്ങളും വലിയ ധാന്യപ്പുരകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഒരു സംഘടിത സാമൂഹിക ജീവിതത്തിന്റെ സൂചനയാണ്. അതുപോലെ മരിച്ചവരെ വീടിന്റെ തറയ്ക്കടിയിൽ വടക്ക് തെക്ക് ദിശയിൽ അടക്കം ചെയ്യുന്ന ഇവരുടെ ശവസംസ്കാര രീതിയും വളരെ സവിശേഷമാണ്. 4ാം ഭാഗം, കിഴക്കൻ ഇന്ത്യയിലെ താമ്രശിലായുഗ ഗ്രൂപ്പുകൾ. ഇതുവരെ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. ഇനി നമ്മുടെ ശ്രദ്ധ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളായ ബീഹാർ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലേക്ക് തിരിക്കാം. ഇവിടുത്തെ സംസ്കാരങ്ങൾക്ക് പടിഞ്ഞാറുള്ളവയിൽ നിന്ന് ചില പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പടിഞ്ഞാറൻ മധ്യ ഇന്ത്യയിലെ സംസ്കാരങ്ങളിൽ നിന്ന് കിഴക്കൻ ഇന്ത്യയിലെ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരുന്നത് എന്ന് നോക്കാം. പടിഞ്ഞാറ് ചെമ്പ് ഉപകരണങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയപ്പോൾ കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ കല്ലുകൊണ്ടുള്ള സൂക്ഷ്മ ശിലായുധങ്ങളെ, അതായത് മൈക്രോലിത്സ്, കൂടുതൽ ആശ്രയിച്ചു. അതുപോലെ ഭക്ഷണരീതിയിലും വ്യത്യാസമുണ്ടായിരുന്നു. പടിഞ്ഞാറ് ഗോതമ്പും ബാർലിയുമായിരുന്നു പ്രധാന ഭക്ഷണമെങ്കിൽ കിഴക്ക് അത് അരിയും മത്സ്യവുമായിരുന്നു. ഇത് ഓരോ പ്രദേശത്തെയും പരിസ്ഥിതിയുമായി അവിടുത്തെ ജനങ്ങൾ എങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിച്ചു എന്നതിന്റെ നല്ലൊരുദാഹരണമാണ്. ഈ പ്രാദേശികമായ വ്യത്യാസം അവരുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, മഹാരാഷ്ട്രയിലെ ജോർവേ സംസ്കാരത്തിൽ മൃതദേഹം പൂർണ്ണമായി അടക്കം ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കിഴക്കൻ മേഖലകളിൽ ഫ്രാക്ഷണൽ ബറിയൽ എന്നൊരു രീതിയാണ് കണ്ടുവരുന്നത്. ഈ രീതി അനുസരിച്ച് മൃതദേഹം പ്രകൃതിക്ക് വിട്ടുകൊടുത്ത ശേഷം ശേഷിക്കുന്ന കുറച്ച് അസ്ഥികൾ മാത്രം ശേഖരിച്ച് അടക്കം ചെയ്യുകയായിരുന്നു പതിവ്. ഇത് മരണാന്തര ജീവിതത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ സങ്കല്പങ്ങളെ ആവാം സൂചിപ്പിക്കുന്നത്. 5ാം ഭാഗം, സമൂഹം, വിശ്വാസങ്ങൾ, പരിമിതികൾ. ഇതുവരെ നമ്മൾ ഓരോ പ്രദേശങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ഈ സംസ്കാരങ്ങളുടെയെല്ലാം പൊതുവായ ചില സ്വഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഭാഗത്തെ ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. താമ്രശിലായുഗ കാലഘട്ടത്തിൽ തന്നെ സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു എന്നതിന് വ്യക്തമായ പുരാവസ്തു തെളിവുകൾ തന്നെയുണ്ട്. ഉദാഹരണത്തിന്, ഇനാംഗാം പോലുള്ള സ്ഥലങ്ങളിൽ നടത്തിയ ഉത്ഖനനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഭരണാധികാരിയോ ഗോത്രത്തലവനോ ഗ്രാമത്തിന്റെ മധ്യഭാഗത്തുള്ള വലിയ ചതുരാകൃതിയിലുള്ള വീടുകളിലാണ് താമസിച്ചിരുന്നത്. അതേസമയം സാധാരണക്കാർ ഗ്രാമത്തിന്റെ അരികുകളിലുള്ള ചെറിയ വൃത്താകൃതിയിലുള്ള കുടിലുകളിലായിരുന്നു. വീടുകളുടെ ഈയൊരു ക്രമീകരണം തന്നെ അധികാരത്തിന്റെ ആദിരൂപങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. ഇനി അവരുടെ മതപരമായ വിശ്വാസങ്ങളെക്കുറിച്ച് നോക്കാം. പല കാൽക്കോലത്തി കേന്ദ്രങ്ങളിൽ നിന്നും മാതൃദേവതയുടെയും കാളയുടെയും ചുട്ടെടുത്ത കളിമൺ രൂപങ്ങൾ, അതായത് ടെറക്കാട്ട ഫിഗറിൻസ്, വ്യാപകമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു കാർഷിക സമൂഹമായിരുന്നുവെന്ന് നമ്മൾ ഓർക്കണം. അപ്പോ ഫലഭൂയിഷ്ഠതയുമായി ബന്ധപ്പെട്ട് ആരാധനാരീതികൾക്ക് അവർ വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. മാതൃദേവത ഭൂമിയുടെയും കാള കാർഷിക വൃത്തിയുടെ കരുത്തിന്റെയും പ്രതീകങ്ങളായിരിക്കാം. എന്നാൽ ഈ കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ ഒരു കഠിനമായ യാഥാർത്ഥ്യം ഉയർന്ന ശിശുമരണ നിരക്കായിരുന്നു. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ പല വാസസ്ഥലങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഇനംഗാവിൽ നിന്ന് ധാരാളം കുട്ടികളുടെ ശവക്കുഴികൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇത് അന്നത്തെ ആരോഗ്യ പോഷകാഹാര സാഹചര്യങ്ങളുടെ പരിമിതികളെയും ജീവിതം എത്രത്തോളം ദുരിതപൂർണമായിരുന്നു എന്നതിനെയും കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഒരുപാട് പുരോഗതികൾ ഉണ്ടായിരുന്നെങ്കിലും താമ്രശിലായുഗത്തിലെ ജനങ്ങൾക്ക് നിർണായകമായ ചില പരിമിതികളും ഉണ്ടായിരുന്നു. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ ചെമ്പിനോടൊപ്പം ടിൻ കലർത്തി അതിനേക്കാൾ കരുത്തുറ്റ ലോഹസങ്കരമായ വെങ്കലം, അതായത് ബ്രോൺസ്, നിർമ്മിക്കാനുള്ള വിദ്യ അവർക്കറിയില്ലായിരുന്നു. സാംസ്കാരികമായി ഹരാപ്പൻ ജനതയെപ്പോലെ ഒരു എഴുത്തുവിദ്യയും ഇവർ വികസിപ്പിച്ചെടുത്തില്ല. ഈ സാങ്കേതികവും ബൗദ്ധികവുമായ പരിമിതികൾ അവരുടെ വളർച്ചയെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തിയെന്ന് തന്നെ പറയാം. 6ാം ഭാഗം, ഉപസംഹാരം, ഒരു ഗ്രാമീണ മൊസൈക്ക്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തതിൽ നിന്ന് ഈ താമ്രശിലായുഗത്തിന്റെ പൈതൃകം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് സംഗ്രഹിക്കാം. ഈ പട്ടിക നോക്കിയാൽ ഹരപ്പൻ നാഗരികതയും ചാൽക്കൊലിത്തിക് സംസ്കാരങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും.
ഹരപ്പൻ സംസ്കാരം നഗര കേന്ദ്രീകൃതവും ബ്രോൺസ് ഉപയോഗിക്കുന്നതും എഴുത്തുവിദ്യ വശമുള്ളതുമായിരുന്നു. എന്നാൽ ചാൽക്കൊലിത്തിക് സംസ്കാരങ്ങളോ? അവ പ്രധാനമായും ഗ്രാമീണവും ചെമ്പുപയോഗിക്കുന്നതും എഴുത്തുവിദ്യ ഇല്ലാത്തതുമായിരുന്നു. ഈ താരതമ്യം ഈ രണ്ട് കാലഘട്ടങ്ങളെയും മനസ്സിലാക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോ ചുരുക്കി പറഞ്ഞാല് താമ്രശിലായുഗം എന്നത് ഒരൊറ്റ ഏകീകൃത സംസ്കാരമായിരുന്നില്ല, മറിച്ച് വൈവിധ്യമാർന്ന പ്രാദേശികവും അടിസ്ഥാനപരമായി ഗ്രാമീണവുമായ സംസ്കാരങ്ങളുടെ ഒരു സങ്കീർണമായ മൊസൈക്കായിരുന്നു അത്. ഇന്ത്യയുടെ ആദ്യത്തെ യഥാർത്ഥ ഗ്രാമങ്ങൾ സ്ഥാപിച്ചതും പിൽക്കാലത്തെ കാർഷിക സമൂഹങ്ങൾക്ക് അടിത്തറ പാകിയതും ഈ സംസ്കാരങ്ങളാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ വിശദീകരണം അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയുണ്ട്. ഇന്ത്യയിലുടനീളം വ്യാപിച്ചുകിടന്ന ഈ ചെമ്പ് ശിലായുഗ സമൂഹങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? പാരിസ്ഥിതികമായ കാരണങ്ങളായിരുന്നോ അതോ സാമൂഹികമായ പ്രശ്നങ്ങളായിരുന്നോ? എങ്ങനെയാണ് ഈ ഗ്രാമീണ സംസ്കാരങ്ങളുടെ പതനത്തിനു ശേഷം ഇന്ത്യയിൽ ഇരുമ്പുയുഗത്തിന്റെ ആവിർഭാവത്തിന് വഴിയൊരുങ്ങിയത്? ഇത് തുടർ പഠനത്തിനും ഗവേഷണത്തിനുമുള്ള വിഷയങ്ങളാണ്. ഹലോ, എല്ലാവർക്കും സ്വാഗതം. കോമ്പറ്റിറ്റീവ് എക്സാംസിനു വേണ്ടി ഏൻഷ്യന്റ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ചാൽക്കൊലിത്തിക് ഏജിൽ നിന്ന് ചില ട്രിക്കി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈയൊരു സെഷനിൽ നമുക്കതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈ yielded പോയിന്റ്സിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം വെച്ച് തുടങ്ങാം. പോട്രി ഇസ് ദി ആൽഫബറ്റ് ഓഫ് ആർക്കിയോളജി. എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ലിപി, അതായത് സ്ക്രിപ്റ്റ് വികസിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടങ്ങളെ, പ്രീ ലിറ്ററേറ്റ് സൊസൈറ്റീസിനെ പറ്റി അറിയാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ക്ലൂ ആണ് പോട്രി. എക്സാമിനേഴ്സിന് ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. കാരണം പോട്രിയുടെ സ്റ്റൈൽ വെച്ച് ഒരു കൾച്ചറിനെ തിരിച്ചറിയാനും അവയുടെ കാലഘട്ടം നിർണ്ണയിക്കാനും സാധിക്കും. ചാൽക്കൊലിത്തിക് ഏജിനെ പറ്റി ക്രിസ്പായിട്ട് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്നോ? അതിന് തൊട്ടു മുൻപുള്ള നിയോലിത്തിക് പീരീഡിൽ നിന്ന് എന്തും മാറ്റം, എന്തൊരു ടെക്നോളജിക്കൽ ജമ്പാണുണ്ടായതെന്ന് നോക്കിയാൽ മതി. ഈ കമ്പാരിസനാണ് കീ. അപ്പൊ ഈ ടേബിളിലേക്ക് നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ നിയോലിത്തിക്, റൈറ്റില് ചാൽക്കൊലിത്തിക്. മാറ്റങ്ങൾ വളരെ വ്യക്തമായി കാണാം. നിയോലിത്തിക് പോട്ടറി കൈകൊണ്ടുണ്ടാക്കിയതാണ്, പ്ലെയിനാണ്, സാധാരണ ഉപയോഗത്തിന് മാത്രം. എന്നാൽ ചാൽക്കൊലിത്തിക്കിലെത്തിയപ്പോൾ പോട്ടേഴ്സ് വീൽ വന്നു. അതൊന്ന് ഇമാജിൻ ചെയ്തു നോക്കിക്കേ. അതൊരു ഗെയിം ചേഞ്ചറായിരുന്നു. പോട്ടറി നിർമ്മാണം വേഗത്തിലായി, പ്രൊഡക്ഷൻ കൂടി. അതുമാത്രമല്ല, അവർക്ക് സർപ്ലസ് ടൈം കിട്ടിയപ്പോൾ അവരതിലെ പെയിന്റ് ചെയ്യാനും ഗ്ലോസി ഫിനിഷ് കൊടുക്കാനും തുടങ്ങി. ഇത് കാണിക്കുന്നത് ഒരു ടെക്നോളജിക്കൽ ഷിഫ്റ്റ് മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനും സർപ്ലസ് പ്രൊഡക്ഷനും കൂടിയാണ്. ഓക്കെ, നമുക്ക് ക്രോണോളജി ഒന്ന് ലോക്ക് ചെയ്യാം. ഈ ചാൽക്കൊലിത്തിക് കൾച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് C2500 BCEയോടെയാണ്. ഇപ്പൊ നിങ്ങളോർക്കും, ഇത് തന്നെയല്ലേ ഹരപ്പൻ സിവിലൈസേഷന്റെ കാലവും? യെസ്, യുവർ റൈറ്റ്. ഇവ രണ്ടും സമകാലികമാണ്, കോൺടെമ്പററിയാണ്. പക്ഷേ എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ ട്രാപ്പ് വരുന്നത്? ഹരപ്പൻ സിവിലൈസേഷൻ ഒരു ഏർബൻ നാഗരിക സംസ്കാരമായിരുന്നെങ്കിൽ ഈ ചാൽക്കൊലിത്തിക് കൾച്ചേഴ്സ് ഗ്രാമീണമായിരുന്നു, റൂറലായിരുന്നു. ഈ ഒരു വ്യത്യാസം മനസ്സിലുണ്ടപ്പിച്ചോളൂ. ഇതൊരു പൊറ്റൻഷ്യൽ ക്വസ്റ്റ്യനാണ്. എങ്കിൽ പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഈ പോട്രി ടൈപ്സ്, ആ ആൽഫബറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, ഷോർട്ടായി പറഞ്ഞാൽ BRW. ഇതൊരു ഡയഗ്നോസ്റ്റിക് പോട്രി സ്റ്റൈലാണ്. എന്താ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ? ഇത് കാണുന്ന ഇടം ചാൽക്കൊലിത്തിക് പീരീഡ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റിയ ഒരു തെളിവാണ്. അതിന്റെ ഈ ബ്ലാക്കും റെഡും കളർ വരാൻ കാരണം ഒരു പ്രത്യേകതരം ഇൻവേർട്ടഡ് ഫയറിംഗ് ടെക്നിക്കാണ്. ആ പേര് ഓർത്തുവെക്കുക. MCQസിൽ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് എന്നൊക്കെ ചോദിക്കാൻ പറ്റിയ പോയിന്റ്സാണിവ. 1, ഇത് വീൽ ടേൺഡ് ആണ്, ഹാൻഡ് മെയ്ഡ് അല്ല. 2, ലുക്കില് അകംഭാഗം ബ്ലാക്ക്, പുറം റെഡ്. 3, ചില സമയങ്ങളിൽ വെള്ള നിറം കൊണ്ടുള്ള വരകൾ, അതായത് വൈറ്റ് ലീനിയർ ഡിസൈൻസ് കാണാം. 4, ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കൂ. രാജസ്ഥാൻ, MP, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒരു വിശാലമായ ഏരിയയിൽ ഇത് കണ്ടുവരുന്നു. അപ്പോൾ വൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ഫീച്ചറാണ്. അടുത്തത് ഓക്കർ കളേർഡ് പോട്ടറി, OCP. ഈ പേര് കേട്ടാൽ ഉടനെ മനസ്സിൽ വരേണ്ട റീജിയൻ ഗംഗ യമുന ഡോബാണ്. ഈ പ്രദേശത്തെ ആദ്യകാല ജനവാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ എവിഡൻസ് ആയിട്ടാണ് OCPയെ കണക്കാക്കുന്നത്. OCPയുടെ കാലഘട്ടം C2000 to 1500 BCE ആണ്. ഇതിന്റെ നിറം ഒരു കാവി നിറം, ഓഖ കളറാണ്. പക്ഷെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഇതിന്റെ ടെക്സ്ചർ ആണ്. തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന പോലെ സോഫ്റ്റ് ആൻഡ് പൗഡറി. എന്തുകൊണ്ടാണെന്നറിയാമോ? ദീർഘകാലം വെള്ളത്തിൽ കിടന്നതുകൊണ്ടാണ്, ഡ്യൂ ടു ലോങ് ടേം വാട്ടർ ലോഗിംഗ്. ഇത് വെച്ചാണ് ചില ചരിത്രകാരന്മാർ ആ പ്രദേശം ഒരു വലിയ വെള്ളപ്പൊക്കത്തിന് സാക്ഷ്യം വഹിച്ചു എന്ന തിയറീസ് മുന്നോട്ട് വയ്ക്കുന്നത്. സോ OCPയും ഫ്ലഡ് തിയറീസും തമ്മിലൊരു കണക്ഷനുണ്ട്.
ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ അറിവ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കെയാത്ത, OCP എന്നീ രണ്ട് കൾച്ചേഴ്സിനെ ഒന്ന് കമ്പയർ ചെയ്യാം. MCQൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ടെക്നിക്കാണ് ഈ കമ്പാരറ്റീവ് അനാലിസിസ്. ഈ ടേബിളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റീജിയനിൽ നിന്ന് തന്നെ തുടങ്ങാം. കേയഥ മധ്യപ്രദേശിലെ മാൽവ റീജിയൻ, ചമ്പൽ നദിയുടെ തീരത്ത്. OCP ഗംഗാ യമുന ദുആബ്, ഉത്തർപ്രദേശില്. ക്ലിയർ ഡിഫറൻസ്. പിന്നെ കീ ഫൈൻസ്. കേയഥയിൽ നിന്ന് കിട്ടിയത് 29 കോപ്പർ ബാംഗിൾസും കാർണേലിയൻ ബീഡ്സുമൊക്കെയാണ്. എന്നാൽ OCP സൈറ്റ്സിന്റെ പ്രത്യേകത കോപ്പർ ഹോഡ്സ് ആണ്, വലിയ ആയുധശേഖരങ്ങൾ. ഈ വ്യത്യാസങ്ങൾ ഓരോന്നും ഓരോരോ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യനാണ്. ഞാനിപ്പോൾ പറഞ്ഞ കോപ്പർ ഹോഡ്സ് OCP കൾച്ചറിന്റെ ഒരു ഡിഫൈനിംഗ് ഫീച്ചർ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ കോപ്പർ ഹോഡ് എവിടെയാണ് കണ്ടെത്തിയതെന്നത് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യനാണ്. മധ്യപ്രദേശിലെ ഗുഞ്ചേരിയയിൽ നിന്ന് കണ്ടെത്തിയ ആ ഹോഡിൽ 424 കോപ്പർ ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. 424. ഈ നമ്പർ അവരുടെ മെറ്റലോജിക്കൽ സ്കിൽസിൽ എത്ര മുന്നിലായിരുന്നു എന്നതിന്റെ ഒരു തെളിവാണ്. ദ നമ്പർ 424 ഒരു പക്ഷെ ഒന്ന് കുറിച്ചുവെക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും നേരം നമ്മൾ ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനിയാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഭാഗം. പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ട്രാപ്സ്, തെറ്റുകൾ എവിടെയാണ് വരുന്നത്, പിന്നെ മെയിൻസിന് വേണ്ടി ഒരു ഉത്തരം എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഉദ്യോഗാർത്ഥികൾക്കിടയിൽ സാധാരണയായി കാണുന്നൊരു കൺഫ്യൂഷനാണിത്. ചാൽക്കോലിത്തിക് ആളുകൾ ബ്രോൺസ് ഏജ് ആളുകളായിരുന്നോ? തീർച്ചയായും അല്ല. NO ഇതാണ് നിങ്ങൾ തീർച്ചയായും ഓർത്തുവെക്കേണ്ട പോയിന്റ്. അവർക്ക് കോപ്പർ ഉരുക്കാൻ അഥവാ കോപ്പർ സ്മെൽറ്റിംഗിൽ പ്രാവീണ്യമുണ്ടായിരുന്നു. പക്ഷേ അതിൽ ടിൻ ചേർത്ത് ബ്രോൺസ് എന്ന എലോയ് ഉണ്ടാക്കാനുള്ള അറിവ് അവർക്കില്ലായിരുന്നു. ഇതാണ് ഏർബൻ ഹരാപ്പൻസും ഈ റൂറൽ ചാൽക്കുലിത്തിക് ആളുകളും തമ്മിലുള്ള ഏറ്റവും വലിയ ടെക്നോളജിക്കൽ വ്യത്യാസം. എ കീ ഡിഫറൻഷിയേറ്റർ. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ മനസ്സിലുറപ്പിക്കാം. ചാൽക്കുലിത്തിക് കൾച്ചേഴ്സ്, റൂറൽ ഗ്രാമീണ ജീവിതം, റീജിയണൽ ആൻഡ് ഡൈവേഴ്സ്. ഓരോ സ്ഥലത്തും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. ടെക്നോളജി കോപ്പർ മാത്രം. ഇനി ഹരപ്പൻ സിവിലൈസേഷനോ? ഏർബൻ, നല്ല പ്ലാൻ ചെയ്ത നഗരങ്ങൾ. ഇന്റഗ്രേറ്റഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ്, ഒരു ഏകീകൃത സ്വഭാവമുണ്ടായിരുന്നു, തൂക്കത്തിലും അളവിലുമൊക്കെ. ടെക്നോളജി ബ്രോൺസ്. ഈ ടേബിൾ മനസ്സിലുണ്ടെങ്കിൽ ഒരു മാർക്ക് ഉറപ്പാ. മെയിൻസില് ചാൽക്കോലിത്തിക് സൊസൈറ്റിയുടെ സ്വഭാവം വിവരിക്കുക എന്നൊക്കെ ഒരു ചോദ്യം വന്നാൽ ഈ ഒരു ഫ്രെയിംവർക്ക് ഉപയോഗിക്കാം. ലുക്ക് അറ്റ് ദിസ് കോസ് ആൻഡ് എഫക്ട് ചെയിൻ. 1. ടെക്നോളജിയുടെ വരവ്, പോട്ടേഴ്സ് വീലും കോപ്പർ സ്മെൽറ്റിംഗും. ഇത് കാരണം രണ്ടാമത്തെ കാര്യം സംഭവിച്ചു. ഇക്കണോമി മെച്ചപ്പെട്ടു, കൃഷി മെച്ചപ്പെട്ടു, ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ കൂടി. ഇത് സർപ്ലസ് ഉണ്ടാക്കി. 3. ഈ സർപ്ലസും കോപ്പർ പോലുള്ള റീസോഴ്സസിന്മേലുള്ള കൺട്രോളും സമൂഹത്തിലൊരു അസമത്വത്തിന് കാരണമായി. സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ. ടെക്നോളജിയിൽ നിന്ന് സൊസൈറ്റിയിലേക്കുള്ള ഈ ഫ്ലോ ഉത്തരങ്ങൾക്ക് നല്ലൊരു സ്ട്രക്ചർ നൽകും. ഓക്കെ, ഒരു ക്വിക്ക് മിനി റിവിഷൻ. നമ്മൾ എന്താണ് പഠിച്ചത്? പോട്ടറി ഒരു ഐഡന്റിഫയർ ആണ്. നിയോലിത്തിക്കിൽ നിന്ന് കാൽക്കുലിത്തിക്കിലേക്കുള്ള മാറ്റം ടെക്നോളജിയുടേതാണ്. BRW, OCP രണ്ടിന്റെയും കീ ഫീച്ചേഴ്സ് ഇപ്പോൾ നിങ്ങൾക്കറിയാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, കാൽക്കുലിത്തിക് കൾച്ചേഴ്സ് റൂറൽ ആൻഡ് കോപ്പർ ബേസ്ഡ് ആണ്. ഏർബൻ ബ്രോൺസ് ബേസ്ഡ് ഹെറാപ്പൻസിൽ നിന്ന് വ്യത്യസ്തം. അപ്പോ ആദ്യം പറഞ്ഞ ആ ചോദ്യത്തിലേക്ക് തിരികെ വരാം. പോട്രി ഒരു ആൽഫബറ്റ് ആണെങ്കിൽ ആ അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് ചരിത്രത്തെ വായിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്: ആർക്കിയോളജിക്കൽ എവിഡൻസും ഹിസ്റ്റോറിക്കൽ ഇൻഫറൻസും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാം. ആ ഒരു സ്കില്ലാണ് പരീക്ഷയിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്തൊരു വിശകലനത്തിൽ വീണ്ടും കാണാം. താങ്ക് യു. നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാൽക്കുലിത്തിക് ഏജ് അഥവാ താമ്രശിലായുഗമാണ്. അതും വെറുതെയല്ല, പരീക്ഷയുടെ കണ്ണിലൂടെ. എക്സാമിന് എന്താണോ വേണ്ടത് അതുമാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പോ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ചാൽക്കോലിത്തിക് ഏജിന്റെ ഒരു ഓവറോൾ ഐഡിയ എടുക്കും. പിന്നെ അവരുടെ കൃഷിയും ഭക്ഷണരീതികളും എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അതുപോലെ മരണാനന്തര ചടങ്ങുകൾ, പിന്നെ പലയിടത്തുമുള്ള സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അവസാനം പരീക്ഷയിൽ മാർക്ക് എങ്ങനെ ഉറപ്പിക്കാം എന്നുള്ള ചില കിഡിലൻ സ്ട്രാറ്റജീസും. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ചാൽക്കോലിത്തിക് ഏജിന്റെ ഒരു പൊതുവായ അവലോകനം. ചരിത്രത്തിൽ എവിടെയാണ് ഈ ചെമ്പ് ശിലായുഗം അഥവാ കോപ്പർ സ്റ്റോൺ ഏജ് വരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. ശരി, ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിച്ചേ. എക്സാമിന് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ക്രോണോളജി ലോക്ക് ചെയ്യുക എന്നത്. നോക്കൂ, ചാൽക്കോലിത്തിക് ഏജ് വരുന്നത് നിയോലിത്തിക് ഏജിനു ശേഷമാണ്, പക്ഷെ ഹരപ്പൻ സിവിലൈസേഷന് മുൻപാണ്. ഈയൊരു ഓർഡർ, ഈയൊരു ക്രമം മാത്രം വരെ ചിലപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ. അപ്പോ
എന്താണ് ഈ ചാൽക്കോലിത്തിക് സംസ്കാരം എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം. ഇവർ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു, അതിന്റെ കൂടെ തന്നെ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. കൂടുതലും ഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്ന കർഷകരായിരുന്നു ഇവർ. എവിടെയാ താമസിച്ചിരുന്നത്? സാധാരണയായി നദികളുടെയും കുന്നുകളുടെയും ഒക്കെ അടുത്തായിട്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. ഇവരുടെ കൃഷിയും ഭക്ഷണരീതികളും. നമുക്ക് കിട്ടിയ പുരാവസ്തു തെളിവുകൾ വെച്ച് ഇവരുടെ ജീവിത രീതിയെപ്പറ്റി എന്തൊക്കെ മനസ്സിലാക്കാമെന്ന് നോക്കാം, അല്ലേ? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കിട്ടിയിരിക്കുന്നത് മധ്യപ്രദേശിലെ നൌ ദഠോലി എന്ന സ്ഥലത്ത് നിന്നാണ്. എന്താ അതിന്റെ പ്രത്യേകത? മറ്റേതൊരു ചാൽക്കോളിത്തിക് സൈറ്റിൽ നിന്നും കിട്ടിയതിനേക്കാൾ കൂടുതൽ തരം ധാന്യങ്ങൾ ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഗോതമ്പ്, അരി, ബജ്ര, ചണം, അങ്ങനെ ഒരുപാട്. അപ്പോ ഈ തെളിവുകളിൽ നിന്ന് നമുക്ക് എന്തനുമാനിക്കാം? വാട്ട്സ് ദ ഇൻഫറൻസ്? ഒന്നാമത്തെ കാര്യം, ഇവർക്ക് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൃഷി അറിയാമായിരുന്നു. സീരിയൽസ് മാത്രമല്ല, പലതരം പൾസസും കൃഷി ചെയ്തിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഇത് എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു റീജിയണൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു. അതായത് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഗോതമ്പായിരുന്നെങ്കിൽ കിഴക്കോട്ട് വരുമ്പോ അരിയായിരുന്നു മെയിൻ. ഇത് വെച്ചൊരു MCQ ചോദ്യം എങ്ങനെ വരാമെന്ന് നോക്കൂ. ഏറ്റവും കൂടുതൽ തരം ഭക്ഷ്യധാന്യങ്ങൾ കണ്ടെടുത്ത ചാൽക്കോലിത്തിക് കേന്ദ്രം ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞതേയുള്ളൂ, അല്ലേ? ഉത്തരം നൌ ദഠോലി. ഇത് നേരിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ഓർത്തുവെക്കുക. ഇവരുടെ പ്രധാനപ്പെട്ട കൃഷിരീതി ഏതായിരുന്നു? സാധാരണയായി കറുത്ത പരുത്തി മണ്ണുള്ള പ്രദേശങ്ങളിൽ ഇവർ ഉപയോഗിച്ചിരുന്നത് സ്ലാഷ് ആൻഡ് ബേൺ കൃഷിയാണ്. നമ്മൾ ജൂം കൃഷി എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. ഇതിനായിട്ട് ഡിഗിംഗ് സ്റ്റിക്സ്, അതായത് കുഴിക്കാനുള്ള വടികളാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സ്റ്റാറ്റിക് ഡൈനാമിക് ലിങ്കേജ്. എന്താണിത്? പഴയകാലത്തെ ഒരു കാര്യവും ഇന്നത്തെ ഒരു കാര്യവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. നോക്കൂ, ചാൽക്കോലിത്തിക് കാലഘട്ടത്തിൽ ആളുകൾ മൃഗങ്ങളെ ഇറച്ചിക്കായി ഉപയോഗിച്ചിരുന്നു, പക്ഷെ പാലിനു വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ ശീലം ഇന്നും ബസ്തറിലെ ഗോൺ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ കാണാൻ പറ്റും. ഈ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എക്സാമുകളിലെ ഒരു സ്ഥിരം വിഷയമാണ്, അതുകൊണ്ട് ഇത് നോട്ട് ചെയ്യണം. അടുത്തത് മൂന്നാമത്തെ സെക്ഷൻ, മരണാനന്തര ചടങ്ങുകൾ. ഇവരുടെ ശവസംസ്കാര രീതികൾ നോക്കിയാൽ അവരുടെ വിശ്വാസങ്ങളെയും സമൂഹത്തെയും പറ്റി എന്തൊക്കെ അറിയാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ജോർവേ സംസ്കാരത്തിൽ നിന്നുള്ള തെളിവുകളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ പോയിന്റ്, ശവമടക്കിയിരുന്നത് വീടിന്റെ തറക്കടിയിലാണ്. 2, ബോഡി വെച്ചിരുന്നത് വടക്ക് തെക്ക് ദിശയിലാണ്. 3, വളരെ വിചിത്രമായൊരാചാരം, മരിച്ചവരുടെ പാദങ്ങൾ മുറിച്ചുമാറ്റിയിരുന്നു. 4, ഒരുപാട് കുട്ടികളുടെ ശവക്കുഴികൾ കിട്ടിയിട്ടുണ്ട്. ഇതൊരു പക്ഷേ ഉയർന്ന ശിശുമരണനിരക്കിനെ ആവാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സംശയം വരും, എന്തിനാണ് ഈ പാദങ്ങൾ മുറിച്ചുമാറ്റുന്നത്? ഇതിന് നേരിട്ടൊരു തെളിവും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ചരിത്രകാരന്മാർ അനുമാനിക്കുന്നത്, അതായത് ഇതൊരു ഇൻഫറൻസ് ആണ്, മരിച്ചയാൾ ഒരു പ്രേതമായി തിരിച്ചു വരാതിരിക്കാനുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിരിക്കാം ഇത്. കണ്ടോ, തെളിവും അനുമാനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇവരുടെ സമൂഹത്തില് ഉച്ചനീചത്വങ്ങളുണ്ടായിരുന്നോ? അതിനും തെളിവുണ്ട്. ഇനാംഗാവ് എന്ന സ്ഥലത്ത് 5 മുറികളുള്ള ഒരു വലിയ വീടിന്റെ മുറ്റത്ത് 4 കാലുകളുള്ള ഒരു ഭീമൻ കളിമൺ ഭരണിയിൽ ഒരാളെ അടക്കം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രത്യേകതരം ശവസംസ്കാരത്തിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ഉറപ്പായും ആ വ്യക്തി ഒരു സാധാരണക്കാരനായിരുന്നില്ല. ഒരുപക്ഷേ ആ ഗോത്രത്തിന്റെ തലവൻ ഒരു ട്രൈബൽ ചീഫായിരുന്നിരിക്കാം. അപ്പോ എന്തുറപ്പിക്കാം? ചാൽക്കോലിത്തിക് സമൂഹത്തിൽ ഒരു സോഷ്യൽ ഹയറാർക്കി, അതായത് ഒരു സാമൂഹിക ശ്രേണി ഉണ്ടായിരുന്നുവെന്ന് തന്നെ. ഇനി 4ാമത്തെ ഭാഗം, പലയിടത്തുമുള്ള സംസ്കാരങ്ങളെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. എന്തിനാണിത്? MCQ ചോദ്യങ്ങളിൽ ഓപ്ഷനുകൾ എലിമിനേറ്റ് ചെയ്യാൻ ഈ താരതമ്യം നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഈ ടേബിള് നോക്കൂ. മഹാരാഷ്ട്രയും സൗത്ത് ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. 2 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. 1, ബ്യൂറൽ ഓറിയന്റേഷൻ. മഹാരാഷ്ട്രയിൽ അത് നോർത്ത് സൗത്ത് ആണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അത് ഈസ്റ്റ് വെസ്റ്റ് ആണ്. 2, ബ്യൂറൽ ലൊക്കേഷൻ. മഹാരാഷ്ട്രയിൽ വീടിന്റെ ഉള്ളിൽ തറയ്ക്കടിയിൽ, സൗത്ത് ഇന്ത്യയിലോ വീടിനു പുറത്ത് വേറെ സ്ഥലത്ത്. ഈ 2 പോയിന്റ് മാത്രം മതി ഒരു മാർക്ക് നേടാൻ. ഇനി നമുക്ക് ഈ താരതമ്യം കുറച്ചുകൂടി വലുതാക്കാം. നിയോലിത്തിക് കാലവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ? ബുർസഹോമിൽ യജമാനന്റെ കൂടെ വളർത്തു നായയെ അടക്കം ചെയ്തു. മെഹർഗഡിൽ മരണാനന്തര ജീവിതത്തിൽ ഭക്ഷണത്തിനായി ആടുകളെയും അടക്കി. കണ്ടോ, ഇവയെല്ലാം ചാൽക്കോലിത്തിക് രീതികളിൽ നിന്ന് എത്ര വ്യത്യാസമാണെന്ന്. പരീക്ഷയിൽ നിയോലിത്തിക്, ചാൽക്കോലിത്തിക്, ഹരപ്പൻ സംസ്കാരങ്ങളുടെ ശവസംസ്കാര രീതികൾ ഒരുമിച്ച് തന്ന് കൺഫ്യൂഷനാക്കാൻ ശ്രമിക്കും.
അതുകൊണ്ട് ഈ വ്യത്യാസങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. എക്സാം സ്ട്രാറ്റജി. പരീക്ഷയിൽ സാധാരണയായി വരുന്ന ഹംജങ്ങൾ, അതായത് കോമൺ ട്രാപ്സ്, എങ്ങനെ ഒഴിവാക്കാം, അതുപോലെ ഒരു നല്ല ഉത്തരം എങ്ങനെ എഴുതാമെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നൊരു ട്രാപ്പ്. എക്സാമിനർമാര് ഈ ബറിയൽ ഓറിയന്റേഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊടുക്കും. അതുകൊണ്ട് ഇത് മനസ്സിൽ ഉറപ്പിച്ചോളൂ. മഹാരാഷ്ട്ര എന്ന് കേട്ടാൽ നോർത്ത് സൗത്ത്, സൗത്ത് ഇന്ത്യ എന്ന് കേട്ടാൽ ഈസ്റ്റ് വെസ്റ്റ്. ഈ ഒരൊറ്റ ഫാക്ട് മതി നിങ്ങളുടെ 1 മാർക്ക് രക്ഷിക്കാൻ. ഇനി മെയിൻസ് പരീക്ഷയിൽ ഒരു 150 വാക്കിൽ ഉത്തരം എഴുതണമെങ്കിൽ അതിനൊരു ഘടന വേണം. ഇതാ ആ സ്ട്രക്ചർ. സ്റ്റെപ്പ് 1, എപ്പോഴും ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ച് തുടങ്ങുക. ഉദാഹരണത്തിന് ശവസംസ്കാര രീതികൾ, കിട്ടിയ സാധനങ്ങൾ. സ്റ്റെപ്പ് 2, അതിൽ നിന്ന് സാമൂഹിക ഘടനയെപ്പറ്റിയുള്ള നിങ്ങളുടെ ഇൻഫറൻസസ് എഴുതുക. അതായത് ഹൈറാർക്കി ഉണ്ടായിരുന്നു, തലവനുണ്ടായിരുന്നു എന്നൊക്കെ. സ്റ്റെപ്പ് 3, അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് എന്ത് മനസ്സിലായി എന്ന് പറയുക, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം പോലെ. സ്റ്റെപ്പ് 4, ഇതെല്ലാം കൂടെ ചേർത്തുവെച്ച് ഒരു നല്ല കൺക്ലൂഷൻ കൊടുക്കുക. ഈ ഫോർമാറ്റിൽ എഴുതിയാൽ മാർക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്താലോ? ക്രോണോളജി: നിയോലിത്തിക്കിനും ഹരാപ്പനും ഇടയിൽ. പ്രധാനപ്പെട്ട സ്ഥലം നവ്ദടോളി, ഏറ്റവും കൂടുതൽ ധാന്യങ്ങൾ കിട്ടിയത്. പ്രധാന വ്യത്യാസം: മഹാരാഷ്ട്രയിൽ നോർത്ത് സൗത്ത് ബരിയൽ, സൗത്തിൽ ഈസ്റ്റ് വെസ്റ്റ്. വിചിത്രമായ ആചാരം, പാദങ്ങൾ മുറിച്ചു മാറ്റുന്നത്, അതും മഹാരാഷ്ട്രയിൽ. പ്രധാന അനുമാനം: സോഷ്യൽ ഹൈറാർക്കി നിലനിന്നിരുന്നു. ഈ 5 പോയിന്റുകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ഓക്കെയാണ്. അവസാനമായി ചിന്തിക്കാൻ ഒരു ചോദ്യം. ചിതറിക്കിടന്നിരുന്ന ഈ ഗ്രാമീണ ചാൽക്കോലിത്തിക് സമൂഹങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നഗരസംസ്കാരമായ ഹരാപ്പൻ സിവിലൈസേഷന്റെ വളർച്ചയ്ക്ക് അടിത്തറ പാകിയത്? ചാൽക്കോലിത്തിക് കാലഘട്ടത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം ഈ ചോദ്യത്തിലുണ്ട്. ഇതിനെപ്പറ്റി ആലോചിക്കുന്നത് അടുത്ത ഘട്ടം പഠിക്കാൻ നിങ്ങളെ ശരിക്കും സഹായിക്കും. എല്ലാവർക്കും നമസ്കാരം. മനുഷ്യർക്കിടയിൽ ഈ ഉയർത്താഴ്ചകൾ, നമ്മളീ പറയുന്ന സോഷ്യൽ ഇനീക്വാലിറ്റി, എങ്ങനെയാണ് തുടങ്ങിയത്, എപ്പോഴാണ് തുടങ്ങിയത്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടി നമ്മൾ പോകുന്നത് പുരാതന ഇന്ത്യയിലെ ചാൽക്കോലിത്തിക് കാലഘട്ടത്തിലേക്കാണ്. അപ്പോ ഈ ചാൽക്കോലിത്തിക് കാലഘട്ടത്തിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് സാമൂഹികമായ തട്ടുകൾ, എങ്ങനെ രൂപപ്പെട്ടു? ഇതിന് പിന്നിൽ വളരെ കൃത്യമായ ഒരു കോസ് ആൻഡ് എഫക്റ്റ് ചെയിൻ ഉണ്ട്. അതായത് ഒന്നിനു പുറകെ ഒന്നായി നടന്ന ചില കാര്യങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. നമുക്കതൊന്ന് വിശദമായി നോക്കാം. ഈ ഒരു പ്രോസസ്സിന് പ്രധാനമായും 3 സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തേത് അഗ്രികൾച്ചറൽ സർപ്ലസ്, അതായത് കൃഷി മെച്ചപ്പെട്ടപ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായതിലും കൂടുതൽ ധാന്യം ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. രണ്ടാമത്തെ സ്റ്റെപ്പ് റിസോഴ്സ് കൺട്രോൾ. അങ്ങനെ അധികം വരുന്ന ഈ ധാന്യം, ഈ സർപ്ലസ് ആരാണോ നിയന്ത്രിച്ചത് അവർക്ക് സ്വാഭാവികമായും സമൂഹത്തിൽ ഒരു ശക്തി കിട്ടി. ഈ അധികാരമാണ് പിന്നീട് 3ാമത്തെ സ്റ്റെപ്പായ സോഷ്യൽ ഹൈറാർക്കിയിലേക്ക് നയിച്ചത്. അതായത് ഈ വിഭവങ്ങൾ നിയന്ത്രിക്കുന്നവർ ഒരു ഭരണവർഗമായി അല്ലെങ്കിൽ ചീഫ്സായി മാറി. അങ്ങനെ സമൂഹം പല തട്ടുകളായി തിരിഞ്ഞു. ശരി, ഇതൊക്കെ തിയറി. പക്ഷേ ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? പുരാവസ്തു ഗവേഷകർക്ക് ഇതെങ്ങനെയാണ് മനസ്സിലായത്? അതിനുള്ള ഉത്തരമാണ് മഹാരാഷ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട ചാൽക്കോലിത്തിക് സൈറ്റായ ഇനാംഗാവും തരുന്നത്. അവിടത്തെ താമസസ്ഥലങ്ങളുടെ ഒരു രീതി, അതായത് സെറ്റിൽമെന്റ് പാറ്റേൺസ്, ഈ സാമൂഹിക വിഭജനത്തെക്കുറിച്ച് വളരെ വ്യക്തമായ സൂചനകളാണ് നമുക്ക് നൽകുന്നത്. നോക്കൂ, ഇനംഗാവിലെ വീടുകളുടെ ഘടന ശ്രദ്ധിച്ചാൽ തന്നെ ഈ വ്യത്യാസം നമുക്ക് പിടികിട്ടും. അവിടെ 2 തരം വീടുകളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒന്ന്, ആ സമൂഹത്തിലെ തലവന്റെ അല്ലെങ്കിൽ ചീഫിന്റെ വീട്. അതാ താമസസ്ഥലത്തിന്റെ ഏതാണ്ട് നടുക്കായിട്ടാണ്, സെൻട്രൽ ലൊക്കേഷനിലാണ്. വളരെ വലിയ ചതുരാകൃതിയിലുള്ള 5ഓളം മുറികളൊക്കെ ഉള്ള ഒരു വീടായിരുന്നു അത്. ഇനി സാധാരണക്കാരുടെ വീടുകളോ? അവ ഈ സെറ്റിൽമെന്റിന്റെ അരികുകളിലായിരുന്നു, അതായത് ഫ്രിഞ്ചസിൽ. വളരെ ചെറിയ വൃത്താകൃതിയിലുള്ള കുഴികളെടുത്ത് ഉണ്ടാക്കിയ വീടുകൾ, അതായത് പിറ്റ് ഹൗസസ്. പക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെരി ക്രൂഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത് ഈ തലവന്റെ വീടിനോട് ചേർന്ന് ഒരു ഗ്രാനറി, അതായത് ഒരു ധാന്യപ്പുര ഉണ്ടായിരുന്നു എന്നതാണ്. ഇത് കൃത്യമായി കാണിക്കുന്നത് അദ്ദേഹമായിരുന്നു ആ വിഭവങ്ങൾ നിയന്ത്രിച്ചിരുന്നതെന്നാണ്. ഇതിൽ നിന്ന് തന്നെ അവരുടെ അധികാരവും സാധാരണക്കാരിൽ നിന്നുള്ള സാമൂഹിക അകലവും നമുക്ക് വ്യക്തമാവും. അപ്പോ ഈ ഗ്രാനറി, അതായത് ധാന്യപ്പുര, വെറുമൊരു കെട്ടിടമല്ല, അത് അധികാരത്തിന്റെ ഒരു സിംബലാണ്. കാരണം ജനങ്ങളിൽ നിന്ന് നികുതി പോലെയോ അല്ലെങ്കിൽ കപ്പമായോ ട്രിബ്യൂട്ടായിട്ടോ ശേഖരിക്കുന്ന ധാന്യം സൂക്ഷിക്കാനും അത് പിന്നീട് വിതരണം ചെയ്യാനുമുള്ള അധികാരം ആ ചീഫിനായിരുന്നു എന്നതിന്റെ ഏറ്റവും ശക്തമായ തെളിവാണത്. ശരി, വീടുകളുടെ കാര്യം മാത്രമല്ല,
നമുക്ക് മറ്റൊരു ശക്തമായ തെളിവ് കൂടിയുണ്ട്. അക്കാലത്തെ ശവസംസ്കാര രീതികൾ, ബരിയൽ പ്രാക്ടീസസ്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ സമൂഹത്തിൽ എന്ത് സ്ഥാനമായിരുന്നോ ഉണ്ടായിരുന്നത്, അതവരുടെ മരണാനന്തര ചടങ്ങുകളിലും വളരെ വ്യക്തമായി പ്രതിഫലിച്ചിരുന്നു. ഇവിടെയും ആ 2 തട്ടുകളും നമുക്ക് കാണാം. ഉയർന്ന പദവിയിലുള്ള ആളുകളെ, ഹൈ സ്റ്റാറ്റസ് ബറിയൽ, അവർ താമസിച്ചിരുന്ന വീടിന്റെ മുറ്റത്ത് തന്നെ 4 കാലുകളൊക്കെയുള്ള ഒരു വലിയ കളിമൺ ഭരണിയിലാണ് അടക്കം ചെയ്തിരുന്നത്. അതിന്റെ കൂടെ സ്വർണ്ണമുത്തുകൾ, ചെമ്പുകൊണ്ടുള്ള സാധനങ്ങൾ, അങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കളും വെച്ചിരുന്നു. എന്നാൽ സാധാരണക്കാരുടെ ശവസംസ്കാരമോ, കോമൺ ബറിയൽ, അത് പൊതുവായ ശ്മശാനങ്ങളിലായിരുന്നു. വെറും സാധാരണ കുഴികളിൽ, കൂടെ 1-2 മൺപാത്രങ്ങൾ മാത്രം വെച്ച് അടക്കം ചെയ്യുകയായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ജീവിതത്തിലുണ്ടായിരുന്ന ആ അസമത്വം മരണത്തിലും അവരെ പിന്തുടർന്നിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ തെളിവുകളൊക്കെ കണ്ടു. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, പ്രത്യേകിച്ച് UPSC മെയിൻസിന് ഈ വിവരങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഉത്തരമായിട്ട് മാറ്റേണ്ടത്? വെറുതെ ഫാക്ട്സ് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഈ തെളിവുകളെ ചില പ്രധാനപ്പെട്ട ആശയങ്ങളുമായിട്ട്, കോൺസെപ്റ്റ്സുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് നോക്കാം. അതാണ് പ്രധാനം. നിങ്ങളുടെ ഉത്തരത്തിൽ തീർച്ചയായും വരേണ്ട ചില കീ കോൺസെപ്റ്റ്സ് ഇവയാണ്. 1. ഡിവിഷൻ ഓഫ് ലേബർ. നമ്മൾ കണ്ടു, കരകൗശല വിദഗ്ധർ സാധാരണക്കാരുടെ കൂടെയാണ് താമസിച്ചിരുന്നത്, ഭരണാധികാരിയിൽ നിന്ന് മാറി. ഇതൊരു തൊഴിൽ വിഭജനത്തെയാണ് കാണിക്കുന്നത്. 2. എമർജൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അധികം വരുന്ന ധാന്യവും അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ ചില വ്യക്തികളുടെ മാത്രം നിയന്ത്രണത്തിലായി. സ്വകാര്യ സ്വത്തിന്റെ ഒരു ആദ്യരൂപമായി നമുക്കിതിനെ കാണാം. 3. 2-tier ഹാബിറ്റേഷൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്. ഇനാംഗൌണിലെ ആ താമസരീതിയെ, അതായത് തലവന്മാരുടെ വീടുകൾ നടുക്കും സാധാരണക്കാരുടേത് അരികുകളിലുമായുള്ള ആ രീതിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണിത്. ചുരുക്കി പറഞ്ഞാൽ, ചരിത്രപരമായി നോക്കുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വർഗവിഭജനത്തിന്റെ, അതായത് ക്ലാസ് ഡിവിഷന്റെ ഏറ്റവും ആദ്യത്തെ രൂപങ്ങളിലൊന്നാണ് നമ്മളിവിടെ കാണുന്നത്. ശരി, ഇനി നമുക്ക് MCQകളിലേക്ക് വരാം. ഇവിടെ ഒരുപാട് പേർക്ക് തെറ്റുപറ്റുന്ന ഒരു കോമൺ ട്രാപ്പുണ്ട്. അതെന്താണെന്നും അതിൽ വീഴാതിരിക്കാൻ എന്തു ചെയ്യണമെന്നും നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ഇനാംഗൌ എന്ന് പറയുന്നത് ഒരു ഹരാപ്പൻ നഗരം പോലെയാണോ? ഇവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത്. കാരണം രണ്ടും ഏതാണ്ട് ഒരേ കാലഘട്ടത്തോടടുത്ത് വരുന്നതുകൊണ്ട് ചിലരങ്ങ് സമീകരിച്ചു കടയും. പക്ഷെ അത് തെറ്റാണ്. ശ്രദ്ധിക്കുക, ഇതാണ് ആ ട്രാപ്പ്. ചാൽക്കൊലിത്തിക് കാലഘട്ടത്തിലെ ചീഫ് ഡംസിനെ ഹരപ്പൻ കാലഘട്ടത്തിലെ ഏർബനിസമായിട്ട് ഒന്നായി കാണരുത്. കറക്ഷൻ ഇതാണ്. ഇനാംഗൌവിന് ഒരു സാമൂഹികമായ ഉച്ചനീചത്വം, സോഷ്യൽ ഹെറാർക്കി ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ ഹരപ്പൻ നഗരങ്ങളിൽ കാണുന്നതുപോലെയുള്ള ഒരു വലിയ തോതിലുള്ള ഏർബൻ പ്ലാനിംഗ്, അതായത് നഗരാസൂത്രണം, അവിടെ ഉണ്ടായിരുന്നില്ല. സിംപിളായി പറഞ്ഞാൽ, ഇനാംഗൌൺ ഒരു വലിയ ഗ്രാമമായിരുന്നു, എന്നാൽ ഹരപ്പ ഒരു പ്ലാൻഡ് സിറ്റി, ഒരു ആസൂത്രിത നഗരമായിരുന്നു. ഈ വ്യത്യാസം എപ്പോഴും ഓർമ്മയിൽ വെക്കണം. അപ്പോ നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം പരീക്ഷയ്ക്ക് മുമ്പ് ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റുകൾ. എന്താണ് സംഭവിച്ചത്? സാമൂഹിക അസമത്വത്തിന്റെ ഉദയം. എപ്പോൾ? ചാൽക്കൊലിത്തിക് പീരിയഡില്. എന്തുകൊണ്ട്? അഗ്രികൾച്ചറൽ സർപ്ലസ് കാരണം. എന്താണ് തെളിവ്? വീടുകളിലെയും ശവസംസ്കാരത്തിലെയും വ്യത്യാസങ്ങൾ. എവിടെയാണിതിന്റെ തെളിവ് കിട്ടിയത്? നമ്മുടെ കേസ് സ്റ്റഡി ഇനാംഗൌ. അപ്പോ ഈ ഒരു വിശകലനം നമുക്ക് ഒരു ചോദ്യത്തിൽ അവസാനിപ്പിക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ മിച്ചം നിയന്ത്രിച്ചത് ആദ്യത്തെ അധികാരികളെ, ഫസ്റ്റ് ചീഫ്സിനെ ഉണ്ടാക്കിയെങ്കിൽ, ചരിത്രത്തിൽ പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ വേറെ ഏതൊക്കെ വിഭവങ്ങളാണ്, ഏതൊക്കെ റിസോഴ്സസാണ് ഇതുപോലെ അധികാരഘടനകളെ രൂപപ്പെടുത്തിയത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റീറ്റീവ് എക്സാംസിന് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഏൻഷ്യന്റ് ഹിസ്റ്ററിയിലും നമ്മൾ എപ്പോഴും കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലേ, അതാണ് ഹരപ്പൻ സിവിലൈസേഷനും ചാൽക്കൊലിത്തിക് കൾച്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് നമ്മൾ ആ കൺഫ്യൂഷൻ അങ്ങ് തീർക്കാൻ പോവാണ്, പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം സംശയങ്ങൾ വരുന്നത്? കാരണം വളരെ സിമ്പിളാണ്. ഈ 2 സംസ്കാരങ്ങളും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് നിലനിന്നിരുന്നത്. അവർ സമകാലികരായിരുന്നു. അപ്പോൾ എക്സാമിനർക്ക് അറിയേണ്ടതും ഇത് തന്നെയാണ്. ഈ ക്രോണോളജിക്കൽ ഓവർലാപ്പ് നിങ്ങൾക്ക് അറിയാമോ? എന്നിട്ടും ഇവയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതാണ് ചോദ്യം. സോ പരീക്ഷയിൽ എങ്ങനെ ഇതിന് കൃത്യമായ ഉത്തരം കൊടുക്കാം? നമുക്ക് നോക്കാം. ഈ ഒരു കൺഫ്യൂഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് നമ്മൾ 5 കാര്യങ്ങൾ ഒന്ന് ഓർഡറിൽ നോക്കും. ആദ്യം തന്നെ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്രോണോളജി. പിന്നെ 3 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഏർബനാണോ റൂറലാണോ എന്നുള്ളത്. ബ്രോൺസ് ആണോ കോപ്പറാണോ ഉപയോഗിച്ചത്. പിന്നെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നോ അതോ ഇല്ലിറ്ററസി ആയിരുന്നോ എന്നുള്ളത്. അവസാനം ഇതെല്ലാം വെച്ച് ഒരു നല്ല എക്സാം ആൻസർ എങ്ങനെ എഴുതാമെന്നും നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. ക്രോണോളജി, അതായത് കാലഘടന. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. ഈ ടൈം ലൈനിലേക്ക് നോക്കിക്കേ. ഇവിടെയാണ് ഏറ്റവും വലിയ ട്രാപ്പ് ഒളിഞ്ഞിരിക്കുന്നത്. ഹരപ്പൻ സിവിലൈസേഷന്റെ മെച്യൂർ ഫേസ്,
അതായത് ഏകദേശം 2600 BCE മുതൽ, പിന്നെ അതിന്റെ തകർച്ചയുടെ കാലമായ ലേറ്റ് ഹരപ്പൻ ഫേസ്. ഇത് രണ്ടും ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ് വളർന്നു വന്ന സമയവുമായി ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, 2000 BCEക്ക് ശേഷം ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ് വളരെ പ്രോമിനൻ്റ് ആണ്. അപ്പോൾ ഇതിനർത്ഥം എന്താ? അവർ സമകാലികരായിരുന്നോ? ഈ ഒരു പോയിന്റ് ടെസ്റ്റ് ചെയ്യാനാണ് എക്സാമിനർ എപ്പോഴും ശ്രമിക്കുന്നത്. ശരി, അപ്പോൾ കാലഘട്ടം ഒന്നാണെങ്കിലും അവർ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. നമുക്ക് അതിൽ ആദ്യത്തിലേക്ക് പോകാം, അവരുടെ സമൂഹത്തിന്റെ ഘടന എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ്, അതായത് പുരാവസ്തു തെളിവുകൾ നോക്കാം. ഹരപ്പൻ സൈഡിൽ നോക്കൂ, എല്ലാം ഹൈലി പ്ലാൻഡ് ആണ്. സിറ്റഡൽ, ലോവർ ടൗൺ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. റോഡുകൾക്ക് ഒരു ഗ്രിഡ് പാറ്റേൺ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം, ചുട്ട ഇഷ്ടികകൾ, ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചിരുന്നു. ഇനി ചാൽക്കോലിത്തിക് സൈഡിലേക്ക് വന്നാലോ, അവിടെ അങ്ങനൊരു പ്ലാനിങ്ങേ ഇല്ല. സാധാരണ ഗ്രാമങ്ങൾ, വാട്ടർ ആൻഡ് ഡോബ്, അതായത് മണ്ണും പുല്ലുമൊക്കെ വെച്ചുള്ള വീടുകൾ. കണ്ടോ, ഈയൊരു കോൺട്രാസ്റ്റാണ് നിങ്ങളുടെ ഉത്തരത്തിന്റെ നട്ടില്. അപ്പോൾ ഈ തെളിവുകളിൽ നിന്ന് നമ്മൾ എന്ത് നിഗമനത്തിലെത്താം? വളരെ വ്യക്തമാണ്, ഹരപ്പൻ സിവിലൈസേഷൻ ഒരു പ്ലാൻഡ് ഏർബൻ സിവിലൈസേഷനായിരുന്നു. അതേസമയം ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ് അടിസ്ഥാനപരമായി ഗ്രാമീണമായിരുന്നു, അതായത് റൂറൽ. ഇതാണ് നിങ്ങളുടെ ഉത്തരത്തിലെ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റ്. സിമ്പിളായി ഓർത്തിരിക്കാൻ, ഹരപ്പ ഒരു സ്മാർട്ട് സിറ്റിയാണെങ്കിൽ ചാൽക്കോലിത്തിക് ഒരു സാധാരണ ഗ്രാമമായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ വലിയ വ്യത്യാസത്തിലേക്ക് വരാം. ഇത് ടെക്നോളജിയിലാണ്. കുറച്ചുകൂടി സ്പെസിഫിക്കായി പറഞ്ഞാൽ മെറ്റലർജി അഥവാ ലോഹവിദ്യയിൽ. ഇവിടെയും നോക്കൂ, ആ വ്യത്യാസം വളരെ വലുതാണ്. ഹരപ്പൻസിന് അലോയിങ് എന്ന ടെക്നോളജി അറിയാമായിരുന്നു, അതായത് കോപ്പറിന്റെ കൂടെ ടിൻ ചേർത്ത് ബ്രോൺസ് ഉണ്ടാക്കാൻ. ബ്രോൺസിന് കോപ്പറിനേക്കാൾ ഉറപ്പ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ മികച്ച ആയുധങ്ങളും ഡാൻസിംഗ് ഗേൾ പോലുള്ള ആർട്ടിഫാക്റ്റുകളും ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്നാൽ ചാൽക്കോലിത്തിക് ജനതയോ? അവർ പ്രധാനമായും ഉപയോഗിച്ചത് കോപ്പർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ടൂൾസ് താരതമ്യേന സോഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈയൊരു ടെക്നോളജിക്കൽ മികവ് കാരണം നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതേസമയം ചാൽക്കോലിത്തിക് കൾച്ചേഴ്സിനെ കോപ്പർ സ്റ്റോൺ ഏജും പറയുന്നു. ഇത് ഓർത്തുവയ്ക്കണം. MCQ ചോദ്യങ്ങളിൽ ഓപ്ഷനുകൾ എലിമിനേറ്റ് ചെയ്യാൻ ഈയൊരു പോയിന്റ് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഡിഫറൻസിലേക്ക് വരാം. എഴുത്തുവിദ്യ, അതായത് അവർക്ക് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ കിട്ടിയിട്ടുള്ള തെളിവുകൾക്ക് യാതൊരു സംശയത്തിനുമിടയില്ല, വളരെ വ്യക്തമാണ്. ഹരപ്പൻസിന് അവരുടേതായ ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. നമുക്കിന്നും അത് വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതൊരു പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റായിരുന്നു. ഏകദേശം 400 മുതൽ 600 വരെ ചിഹ്നങ്ങൾ അതിലുണ്ടായിരുന്നു. പ്രധാനമായും അവരുടെ സീലുകളിലാണ് ഇത് കാണുന്നത്. നേരെ മറിച്ച് ചാൽക്കോലിത്തിക് സൈറ്റുകളിൽ നിന്ന് എഴുത്തിൻ്റെ ഒരു തുമ്പ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നുള്ള ഇൻഫറൻസ് എന്താണ്? ഹരപ്പൻസ് ഒരു ലിറ്ററേറ്റ് സൊസൈറ്റി ആയിരുന്നു, അതായത് അക്ഷരാഭ്യാസമുള്ള സമൂഹം. ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ് ആകട്ടെ പ്രീ ലിറ്ററേറ്റ് ആയിരുന്നു. ഈ രണ്ട് വാക്കുകളും ഓർത്തുവെക്കണം. കാരണം ലിറ്ററസി എന്ന് പറഞ്ഞാൽ അത് വെറും എഴുത്തല്ല, അത് സങ്കീർണമായ കച്ചവടം, ഭരണം, സാമൂഹിക ഘടന എന്നിവയുടെയെല്ലാം സൂചനയാണ്. പ്രീ ലിറ്ററേറ്റ് സമൂഹങ്ങളിൽ സ്വാഭാവികമായും ഈ ഒരു കോംപ്ലക്സിറ്റി കുറവായിരിക്കും. ശരി, അപ്പോൾ നമ്മൾ ഈ 3 പ്രധാന വ്യത്യാസങ്ങൾ പഠിച്ചു. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മികച്ച ഉത്തരം എങ്ങനെ പരീക്ഷയ്ക്ക് എഴുതാമെന്ന് നോക്കാം. ഇതൊരു മിനി റിവിഷൻ സമ്മറി ആയിട്ട് കാണാം, പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി. ഒന്നാമത്തേത് സൊസൈറ്റി, ഒന്ന് അർബൻ, മറ്റേത് റൂറൽ. രണ്ടാമത്തേത് ടെക്നോളജി, ഒന്ന് ബ്രോൺസ് ഏജ്, മറ്റേത് കോപ്പർ സ്റ്റോൺ ഏജ്. മൂന്നാമത്തേത് ലിറ്ററസി, ഒന്ന് ലിറ്ററേറ്റ്, മറ്റേത് പ്രീ ലിറ്ററേറ്റ്. ഈ 3 കീവേഡുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഏത് ചോദ്യവും നിങ്ങൾക്ക് ഈസിയായി ഹാൻഡിൽ ചെയ്യാം. ഇനി ഒരു മെയിൻസ് പരീക്ഷയ്ക്കാണ് ഉത്തരം എഴുതുന്നതെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. ആദ്യം തന്നെ അടിസ്ഥാനപരമായ വ്യത്യാസം അങ്ങ് പറയുക. ഹരപ്പൻ സിവിലൈസേഷൻ ഒരു സങ്കീർണമായ നാഗരികതയായിരുന്നു. അതേസമയം ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ് അതിന് സമകാലികമായ ലളിതമായ ഗ്രാമീണ സമൂഹങ്ങളായിരുന്നു. എന്നിട്ട് ഒരു അനലിറ്റിക്കൽ പോയിന്റ് കൂടി ചേർക്കാം. ഹരപ്പയെപ്പോലെയുള്ള ഒരു കോംപ്ലക്സ് സിസ്റ്റം ഒരുപക്ഷേ പെട്ടെന്ന് തകരാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ലളിതവും ഏത് സാഹചര്യവുമായും പൊരുത്തപ്പെടാൻ കഴിവുള്ളതുമായ ഗ്രാമീണ സംസ്കാരങ്ങൾക്ക് കൂടുതൽ കാലം അതിജീവിക്കാൻ കഴിഞ്ഞു. അവ തുടർച്ച നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു വിശകലനം അവസാനിപ്പിക്കുന്നത് ഈയൊരു ചോദ്യം നിങ്ങൾക്കായി തന്നുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം വികസിതവും നാഗരികവും എഴുത്തുവിദ്യയുമൊക്കെ ഉണ്ടായിരുന്ന ഹരപ്പൻ സിവിലൈസേഷൻ പൂർണ്ണമായി ഇല്ലാതായത്? അതേസമയം അതിലും ലളിതവും എഴുത്തുവിദ്യയില്ലാത്തതുമായ ചാൽക്കോലിത്തിക് ഗ്രാമീണ സംസ്കാരങ്ങൾ അതിജീവിക്കുകയും പിന്നീട് വന്ന ഇന്ത്യൻ സമൂഹത്തിന് സംഭാവനകൾ നൽകുകയും ചെയ്തത്? ഇതൊരു വായ് എന്ന ചോദ്യമാണ്. നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നൊരു ചോദ്യം. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. നന്ദി. നമസ്കാരം. ഇന്ന് നമ്മൾ ചാൽക്കോലിത്തിക് ഏജിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ഇതൊരു സാധാരണ വിവരണമല്ല. പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ എന്തുകൊണ്ട് ഈ സംസ്കാരം തകർന്നു, അതിലെ പരിമിതികൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി വിശകലനം ചെയ്യാം.
ശരി, ആദ്യം തന്നെ നമുക്ക് ഇവരുടെ കാലഘട്ടം ഒന്ന് ഉറപ്പിക്കാം. ഈ ടൈം ലൈൻ നോക്കൂ. ഹരപ്പൻ സിവിലൈസേഷൻ, അതായത് വെങ്കലയുഗം, ഏകദേശം 3300 മുതൽ 1300 BCE വരെയാണ്. അതേസമയം ചാൽക്കോലിത്തിക് സംസ്കാരങ്ങൾ വരുന്നത് 2500 മുതൽ 1000 BCE വരെയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ രണ്ട് സംസ്കാരങ്ങളും ഒരേ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു, അതായത് അവർ സമകാലികരായിരുന്നു. ഇതൊരു നിർണായക പോയിന്റാണ്, പരീക്ഷയ്ക്ക് വളരെ പ്രധാനം. അപ്പോൾ ഇതാണ് നമ്മൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. അത്രയേറെ പുരോഗമിച്ച ഹരപ്പൻ നാഗരികതയുടെ കൂടെ ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് ചാൽക്കൊലിത്തിക് സംസ്കാരങ്ങൾക്ക് ആ നിലവാരത്തിലേക്ക് എത്താൻ കഴിയാതെ പോയത്? എന്തിനാണ് അവർ അവസാനം തകർന്നുപോയത്? പലപ്പോഴും അനലിറ്റിക്കൽ ചോദ്യങ്ങൾ വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. നമുക്കിതിന്റെ ഉത്തരം കണ്ടെത്താം. ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഈ ഒരു ക്രമം പിന്തുടരും. ആദ്യം അവരുടെ സമൂഹം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം, പിന്നെ അവരുടെ സാങ്കേതിക വിദ്യയും അതിലെ പരിമിതികളും, അതിനുശേഷം പരിസ്ഥിതി എങ്ങനെ ഒരു വില്ലനായി, അവസാനം പരീക്ഷയ്ക്ക് ഉത്തരമെഴുതാൻ പാകത്തിൽ ഇതിന്റെയെല്ലാം ഒരു സമ്പൂർണ്ണ വിശകലനം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ സമൂഹം അതിജീവനത്തിന്റെ ഒരു കഥ. പുരാവസ്തു തെളിവുകൾ വെച്ച് അവരുടെ സാമൂഹിക ഘടന എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. കാരണം ഇവരുടെ തകർച്ചയുടെ ആദ്യത്തെ സൂചനകൾ നമുക്ക് കിട്ടുന്നത് ഈ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നാണ്. അവരുടെ സാമൂഹികാവസ്ഥ അത്ര നല്ലതായിരുന്നില്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ് വരുന്നത് ശവസംസ്കാര രീതികളിൽ നിന്നാണ്. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ ചാൽക്കോലിത്തിക് കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ജോർവേ കൾച്ചറൽ നടത്തിയ ഖനനങ്ങളിൽ കണ്ടെത്തിയ ശവക്കുഴികളിൽ ഭൂരിഭാഗവും കുട്ടികളുടേതായിരുന്നു. അപ്പോൾ ഈ ഒരു തെളിവിൽ നിന്ന് ചരിത്രകാരന്മാരെത്തുന്ന നിഗമനം എന്താണ്? വളരെ ഉയർന്ന ശിശുമരണനിരക്ക്. ഇതിന് പല കാരണങ്ങളുണ്ടാകാം. ഒരുപക്ഷേ പോഷകാഹാരക്കുറവ്, അല്ലെങ്കിൽ മെഡിക്കൽ പരിജ്ഞാനത്തിന്റെ അഭാവം, ചിലപ്പോൾ പകർച്ചവ്യാധികളാകാം. ഇതിന്റെ എല്ലാം ഫലം ഒന്നേയുള്ളൂ: കുറഞ്ഞ ആയുസ്സും ഒട്ടും വളരാത്ത ഒരു ജനസംഖ്യയും. ഇനി പരീക്ഷയിൽ ഇത് എങ്ങനെ ചോദ്യമായി വരാം എന്ന് നോക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളിൽ ഇങ്ങനെ ചോദിക്കാം: ഏത് ചാൽക്കൊലിത്തിക് സംസ്കാരത്തിൽ നിന്നുള്ള പുരാവസ്തു തെളിവുകളാണ് ഉയർന്ന ശിശുമരണ നിരക്കിലേക്ക് വ്യക്തമായി വിരൽ ചൂണ്ടുന്നത്? ഉത്തരം മറക്കരുത്: ജോർവേ കൾച്ചർ. അടുത്തതായി സെക്ഷൻ 3, സാങ്കേതിക വിദ്യയും ഉപജീവനത്തിലെ പരിമിതികളും. സാമൂഹികമായ ബലഹീനതകൾ ഒരു വശത്ത്, മറുവശത്ത് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും ഇവർ ഒരുപാട് പിന്നിലായിരുന്നു. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭൂമിശാസ്ത്രപരമായിരുന്നു. ഡെക്കനിലെയും പടിഞ്ഞാറൻ ഇന്ത്യയിലെയും കടുപ്പമുള്ള കറുത്ത പരുത്തിമണ്ണ്, അതായത് ബ്ലാക്ക് കോട്ടൺ സോയിൽ, ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതെ ഉഴുതുമറിച്ച് കൃഷി ചെയ്യുക എന്നത് ചിന്തിക്കുന്നതിലും അപ്പുറം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ടൂൾസാണെങ്കിലോ ഈ മണ്ണിന് മുന്നിൽ ഒട്ടും പര്യാപ്തമായിരുന്നില്ല. ഒന്ന്, ഇരുമ്പ് ഉപകരണങ്ങളെക്കുറിച്ച് അവർക്കൊരു അറിവുമുണ്ടായിരുന്നില്ല. അവർ ഉപയോഗിച്ചിരുന്നത് കല്ലുകൾ ഘടിപ്പിച്ച കുഴിക്കുന്ന വടികൾ മാത്രമായിരുന്നു. അതുകൊണ്ടുതന്നെ കൃഷി പോലെ സ്ഥലം മാറി മാറി ചെയ്യുന്ന രീതിയിൽ ഒതുങ്ങിപ്പോയി. ഇതിന്റെ ഫലമെന്താണ്? വലിയ തോതിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് മിച്ചം വയ്ക്കാൻ ഒരിക്കലും അവർക്ക് സാധിച്ചില്ല. ഇവിടെയാണ് ഹരപ്പൻ നാഗരികതയും ചാൽക്കോലിത്തിക് സംസ്കാരവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വരുന്നത്. MCQവിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ ഈ പോയിന്റ് നിങ്ങളെ സഹായിക്കും. ചാൽക്കോലിത്തിക് ആളുകൾ ഉപയോഗിച്ചത് ശുദ്ധമായ ചെമ്പാണ്. അത് കുറച്ചുകൂടി മൃദുവാണ്. എന്നാൽ ഹരപ്പൻ ആളുകൾ ചെമ്പിനോടൊപ്പം ടിൻ കലർത്തി ഉറപ്പുള്ള ബ്രോൺസ്, അതായത് വെങ്കലം ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു. ഈ ഒരു ടെക്നോളജി ചാൽക്കോലിത്തിക് ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഉപജീവനത്തിലെ മറ്റൊരു പ്രധാന പരിമിതി എന്താണെന്നാൽ അവർ കന്നുകാലികളെ വളർത്തിയിരുന്നത് പ്രധാനമായും ഇറച്ചിക്ക് വേണ്ടിയായിരുന്നു, പാലിനു വേണ്ടിയായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അവർ പാൽ ഉപയോഗിക്കാതിരുന്നത്? അതിനൊരു കാരണമായി പറയുന്നത് ലിമിറ്റിംഗ് ബിലീഫാണ്. അതായത് പാൽ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ഒരു വിശ്വാസം. അതുകൊണ്ടുതന്നെ പോഷകങ്ങളുടെ വലിയൊരു സ്രോതസ്സായ പാൽ ഉൽപ്പന്നങ്ങൾ അവരുപയോഗിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മൾ 4ാമത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്: പരിസ്ഥിതി, അന്തിമ പ്രഹരം. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളിലും പെട്ടുഴയുന്ന ഒരു സമൂഹത്തിലേക്ക് അവസാനത്തെ ആണിയടിക്കുന്നത് പോലെയാണ് പരിസ്ഥിതിയിലെ മാറ്റം വരുന്നത്. അതെങ്ങനെ സംഭവിച്ചുവെന്ന് നോക്കാം. ഏകദേശം 1200 BCE ആയപ്പോഴേക്കും പടിഞ്ഞാറൻ മധ്യ ഇന്ത്യയിലുടനീളം മഴയുടെ അളവിൽ വലിയൊരു കുറവ് വന്നു. ഇതാണ് അവരുടെ തകർച്ചയിലേക്ക് നയിച്ച ആദ്യത്തെ പാരിസ്ഥിതിക ആഘാതം. ഈ മഴക്കുറവ് തുടർന്നപ്പോൾ എന്ത് സംഭവിച്ചു? മഹാരാഷ്ട്രയിലെ ഇനാംഗാവും പോലുള്ള പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രങ്ങളിൽ 1000 BCE ആയപ്പോഴേക്കും അതികഠിനമായ വരൾച്ച അനുഭവപ്പെട്ടു തുടങ്ങി. ഇതിന്റെയെല്ലാം ഫലം വളരെ ഭീകരമായിരുന്നു. കൃഷി പൂർണ്ണമായി തകർന്നു. ഭക്ഷണം കിട്ടാതായപ്പോൾ ആളുകൾ അവരുടെ സ്ഥിരമായ വാസസ്ഥലങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങി. അവസാനം അവർക്ക് വീണ്ടും ഇടയന്മാരായി അലഞ്ഞു തിരിയുന്ന ജീവിതത്തിലേക്ക്, അതായത് പാസ്റ്റോറൽ നൊമാഡിസത്തിലേക്ക് മടങ്ങേണ്ടി വന്നു. ശരി, ഇപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോഡീകരിച്ച്
പരീക്ഷയ്ക്ക് എഴുതാൻ പാകത്തിനുള്ളൊരു വിശകലനത്തിലേക്ക് പോകാം. മെയിൻസിനും MCQനും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിൽ. ഒരു മെയിൻസ് ഉത്തരം എഴുതുമ്പോൾ ഈ ഒരു ക്രമം ഓർത്തുവച്ചാൽ മതി. തകർച്ചയുടെ കാരണങ്ങൾ ഒരു ശൃംഖല പോലെ നമുക്ക് പറയാം. 1. തുടക്കം കുറിച്ചത് മഴയുടെ കുറവാണ്. 2. അതിന്റെ ആഘാതം, കടുപ്പമുള്ള മണ്ണ് കൃഷിക്ക് യോഗ്യമല്ലാതായി. 3. ഫലം, കൃഷി തകർന്നു, ഭക്ഷണമില്ലാതായി. 4. ഇതിനോടുള്ള പ്രതികരണം, ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് നാടോടികളായി മാറി. ഒരു 150 വാക്കുകളിലുള്ള ഉത്തരത്തിന് ഇത് മികച്ചൊരു ഘടനയാണ്. ഇവരുടെ അവസ്ഥയെ നമുക്ക് ലളിതമായി ഇങ്ങനെ ഉപമിക്കാം. ഒരു ബുൾഡോസർ വേണ്ട സ്ഥലത്ത് ഒരു മരക്കമ്പ് കൊണ്ട് നിലമുഴാൻ ശ്രമിക്കുന്ന കർഷകനെപ്പോലെ. അവരുടെ സാങ്കേതിക വിദ്യയും അവർ നേരിട്ട പാരിസ്ഥിതിക വെല്ലുവിളിയും തമ്മിൽ അത്ര വലിയ പൊരുത്തക്കേടുണ്ടായിരുന്നു. ഇനി പരീക്ഷയിൽ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള 2 കാര്യങ്ങൾ ഓർത്തുവെക്കുക. ഒന്നാമത്തെ തെറ്റ്, ചാൽക്കൊലിത്തിക് ആളുകൾ ബ്രോൺസ് അഥവാ വെങ്കലം ഉപയോഗിച്ചിരുന്നു എന്ന് കരുതുന്നത്. ഇല്ല, അവർ പ്രധാനമായും ശുദ്ധമായ ചെമ്പാണ് ഉപയോഗിച്ചത്. രണ്ടാമത്തെ തെറ്റ്, ചാൽക്കൊലിത്തിക് കാലഘട്ടം ഹാരപ്പയ്ക്ക് മുൻപുള്ളതാണെന്ന് കരുതുന്നത്. അല്ല, അവരൊരു വലിയ പരിധിവരെ സമകാലികരായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു നാഗരികതയ്ക്ക് ശക്തമായ അടിത്തറ വേണമെങ്കിൽ ആരോഗ്യം, സാങ്കേതികവിദ്യ, ഭക്ഷണം എന്നീ 3 കാര്യങ്ങൾ അത്യാവശ്യമാണ്. കാൽക്കുലിത്തിക് സംസ്കാരങ്ങൾ ഈ 3 കാര്യങ്ങളിലും ഒരേ സമയം ദുർബലരായിരുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു പാരിസ്ഥിതിക മാറ്റം പോലും താങ്ങാൻ അവർക്ക് കഴിയാതെ പോയത്. അവസാനമായി ഒരു ചോദ്യം. മനുഷ്യന്റെ സാങ്കേതികവിദ്യ, സമൂഹത്തിന്റെ ആരോഗ്യം, പരിസ്ഥിതിയുടെ സ്ഥിരത എന്നിവ തമ്മിലുള്ള ആ അതിലോലമായ സന്തുലിതാവസ്ഥയെക്കുറിച്ച് ചാൽക്കോലിത്തിക് സംസ്കാരത്തിന്റെ ഈ തകർച്ച നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ശരിക്കും ഒരു നാഗരികതയുടെ നിലനിൽപ്പിന് എന്തെല്ലാം ഘടകങ്ങൾ ഒരുമിച്ച് ചേരണം എന്നതിന്റെ എക്കാലത്തെയും വലിയൊരു പാഠപുസ്തകമാണിത്.